ബറൂസിനെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മലയാളികൾക്ക് ഇരട്ടി മധുരം. 16 വർഷങ്ങൾക്ക് ശേഷം സംവിധാന രംഗത്തേക്ക് രഞ്ജി പണിക്കർ തിരിച്ചെത്തുന്നു. ഒപ്പം നായകനായി ഫാഫയും. ആവേശം തെലുങ്ക് റീമേക്കിൽ ബാലയ്യ രംഗയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആവേശം റീമേക്കിനോട് ബാലയ്യ നോ പറഞ്ഞിരിക്കുകയാണ്. നടൻ നാഗചൈതന്യയും നടി ശോഭിത ധൂളിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ടോക്സിക്കിന്റെ ചിത്രീകരണം ആരംഭിച്ചു. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം ബറൂസിനെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ബറൂസിന്റെ നിർമ്മാതാക്കൾക്ക് ജോർജ് വക്കീൽ നോട്ടീസും അയച്ചു. ബറൂസിന്റെ കഥയും 2008 ജോർജ് തുണ്ടിപ്പറമ്പിൽ എഴുതി പുറത്തിറക്കിയ മായ എന്ന നോവലും തമ്മിൽ സാമ്യമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ടി.കെ. രാജീവ് കുമാറാണ്. ഓണം റിലീസായി ചിത്രം എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. സിനിമ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജിജോ പുന്നൂസ്, മോഹൻലാൽ, ടി.കെ. രാജീവ് കുമാർ എന്നിവരോട് എഴുത്തുകാരൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ജോർജിന്റെ മായ എന്ന പുസ്തകം 2008 ഏപ്രിൽ കൊച്ചിയിൽ വെച്ച് എഴുത്തുകാരനും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ MP ആണ് പ്രകാശനം ചെയ്തത്. ഫോർട്ട് കൊച്ചിയിൽ പ്രചാരണത്തിലുള്ള കാപ്പിരി മുത്തപ്പൻ എന്ന മിത്താണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. വാസ്കോ ഡ ഗാമ നിധി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ആഫ്രിക്കൻ അടിമയുടെ ആത്മാവാണ് കാപ്പിരി മുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമി പോർച്ചുഗലിൽ നിന്ന് വരുന്നവരെ നിധികൾ സംരക്ഷിക്കാൻ അടിമയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതാണ് കഥയുടെ പശ്ചാത്തലം. കാപ്പിരി മുത്തപ്പന്റെ പുരാണകഥ പ്രചാരത്തിലുള്ളതാണെന്നും പകർപ്പവകാശമില്ലെന്നും ജോർജ് തന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. തന്റെ പുസ്തകം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറൂസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണെന്ന് ജോർജ് വാദിക്കുന്നു. വിപണിയിൽ ഒരിടത്തും തനിക്ക് സമാനമായ കഥാസന്ദർഭമുള്ള മറ്റൊരു പുസ്തകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മായ എന്ന തന്റെ പുസ്തകത്തിന് സമാനമായ നിരവധി കഥാസന്ദർഭങ്ങൾ ബറൂസിനെ കുറിച്ച് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ കണ്ടെത്താനായെന്നും ജോർജ് അവകാശപ്പെടുന്നുണ്ട്. 2016 മായ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ സുഹൃത്ത് രാജീവ് കുമാറിന് കൊടുത്തിരുന്നുവെന്നും ജോർജ് അവകാശപ്പെടുന്നുണ്ട്. ജിജോ പുന്നൂസുമായി ചേർന്ന് നോവൽ സിനിമയാക്കുമെന്ന് സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും ജോർജ് പറയുന്നുണ്ട്. 2017 ഒരു ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് മിത്തിനെ കുറിച്ച് ജിജോ പുന്നൂസ് എഴുതിയ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറൂസിന്റെ തിരക്കഥയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് ഇത് തന്റെ തിരക്കഥയല്ലെന്നും സംവിധായകൻ ടി.കെ. രാജീവ് കുമാറിന്റെ സഹായത്തോടെ മോഹൻലാൽ തന്റെ തിരക്കഥയിൽ നിന്ന് മാറ്റി എഴുതിയതാണെന്നും ജിജോ പുന്നൂസ് പറഞ്ഞിരുന്നു. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് രഞ്ജി പണിക്കർ. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് തടത്തിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് നായകനായി എത്തുന്നത്. ഫഹദിന്റെ പിറന്നാൾ ദിനത്തിലാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്കൊപ്പമാണ് സിനിമാ പ്രേമികളെ ആവേശഭരിതരാക്കുന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആവേശം എന്ന സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടേക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ എത്തിയിരുന്നു. തെലുങ്കിൽ ഏറെ ആരാധകരുള്ള താരം നന്ദമൂരി ബാലകൃഷ്ണയാകും മലയാളത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രമായി എത്തുകയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ആവേശം റീമേക്കിനോട് ബാലയ്യ നോ പറഞ്ഞിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരുണ്ട വശമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ആളുകളെ പ്രചോദിപ്പിക്കുന്ന കഥാപാത്രങ്ങളെയാവണം ഒരു നായകൻ എപ്പോഴും അവതരിപ്പിക്കേണ്ടതെന്നാണ് അദ്ദേഹം കരുതുന്നത്. തിന്മയ്ക്കെതിരെ പോരടിക്കേണ്ട കഥാപാത്രങ്ങളെയാവണം നായകൻ അവതരിപ്പിക്കേണ്ടത്, മറിച്ച് തിന്മയെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളെ അല്ല. ഇതായിരുന്നു ബാലയ്യയുടെ നിലപാടിനെ കുറിച്ച് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കരുത്തും രോഷവും നീതിക്കായി പോരാടുന്ന സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയാണ് നന്ദമൂരി ബാലകൃഷ്ണ സ്ക്രീനിൽ അവതരിപ്പിച്ചു പോരുന്നത്. ഏറെ വയലൻസ് ഉള്ള ചിത്രങ്ങളാണെങ്കിലും തന്റെ നായകന്മാരെല്ലാം നീതിക്ക് വേണ്ടി പോരാടുന്നവരാണെന്നാണ് ബാലകൃഷ്ണയുടെ ഭാഷ്യം. നടൻ നാഗചൈതന്യയും നടി ശോഭിത ധൂളിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഹൈദരാബാദിലെ നടന്റെ വസതിയിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. ഇരുവരുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുന അക്കിനേനിയാണ് വിവാഹ നിശ്ചയ വാർത്ത ഔദ്യോഗികമായി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത്. ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. നാഗചൈതന്യയും ശോഭിതയും പ്രണയത്തിലാണെന്ന അഭ്യൂഹം ഏറെ നാളുകളായി പ്രചാരണത്തിലുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നതേയില്ല. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം ലഭിച്ചിരുന്നു. നടി സാമന്തയായിരുന്നു നാഗചൈതന്യയുടെ മുൻ പങ്കാളി. 2017 വിവാഹിതരായ ഇവർ 4 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ 2021 ഒക്ടോബറിൽ വേർപിരിയുകയായിരുന്നു.
പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം നടന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ സാന്നിധ്യം അറിയിച്ച നടിയാണ് ശോഭിത ധുളിപാല. മലയാളത്തിൽ കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ടോക്സിക്കിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഇന്ന് ബാംഗ്ലൂരിലാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. യാഷിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ KGF 2 റിലീസായി 844 ദിവസങ്ങൾ തികയുന്ന അവസരത്തിലാണ് ടോക്സിക്കിന്റെ ചിത്രീകരണത്തിന് തുടക്കമിട്ടത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക്കിന്റെ ഓരോ അപ്ഡേറ്റും ട്രെൻഡിംഗ് ആണ്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കിട്ട് K നാരായണനും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത്. യാഷിന്റെ 19ാം സിനിമയാണിത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. സിനിമയുടെ സുപ്രധാന സീക്വൻസുകളാണ് ആദ്യം ചിത്രീകരിക്കുക എന്നാണ് സൂചന ലഭിക്കുന്നത്. സിനിമയിൽ ഒരു ഡോണിന്റെ വേഷത്തിലാണ് യാഷ് എത്തുന്നത്. എന്നാൽ KGF ഫ്രാഞ്ചൈസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കഥാപാത്രവും കഥാപശ്ചാത്തലവുമാകും ടോക്സിക്കിന്റേത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിലെ മറ്റ് താരങ്ങളെക്കുറിച്ചും അണിയറ പ്രവർത്തകരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ്.